സുബ്ഹാനല്ലാഹ്, നമ്മിൽ പലരുടെയും മനസ്സതാ കാറ്റാടി മരം പോലെ ആടിക്കളിക്കുകയാണ്. നമ്മുടെ കൽബിൽ തന്നെ വസ്വാസ് വരികയാണ്. ഈ അടുത്തായി അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി വളരെ തരം താഴ്ന്ന പരാമർശങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാനായ അഖിലേന്ത്യാ സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ കാര്യദർശി ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ മഹാനുഭാവന്റെ മഹാനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, മഹാനായ മൗലാന എം.എ. അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, വന്യരായ ചിത്താരി ഹംസ ഉസ്താദ് തുടങ്ങി അല്ലാഹു നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്കും ആലിമീകൾക്കുമൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ വലിയ മഹത്തായ പണ്ഡിത നേതൃത്വത്തിന്റെ പിന്നിൽ വളരെ ശക്തമായൊരു പടയോട്ടം നടത്തിയപ്പോൾ അല്ലാഹു നൽകിയ ഒരു അനുഗ്രഹത്തിന്റെ പേരിൽ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ബർക്കത്തുള്ള ഒരു തിരുകേശം അത് വിശ്വാസികളുടെ കൈകളിലേക്ക് കടന്നു വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഇവിടുത്തെ ഒരു മലയാള ദിനപത്രത്തിൽ വലിയ ഒരു പുത്തൻവാദികളുടെ നേതാവ് എഴുതിയ ലേഖനം, അന്ധവിശ്വാസികൾ കാടാൻ ഒരു തലമുടി എന്ന തലക്കെട്ടിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് നിർഖലിക്കുന്ന വിയർപ്പിന്റെ തുള്ളികളെയും പ്രവാചകന്റെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞുപോയ രോമങ്ങളെയും പ്രവാചകന്റെ തിരുകേശത്തെയും അല്ലാഹുവിന്റെ ഹബീബിന്റെ തുപ്പുനീരടക്കമുള്ള ലോകം വലിയ വില കൊടുത്തു വാങ്ങിയ വസ്തുക്കളൊക്കെയും അത് ബോഡി വേസ്റ്റായി ശാരീരിക വിസർജ്യമായി അവഗണിക്കണം, തള്ളണമെന്ന് പറഞ്ഞ് ഇവിടെ ലേഖനം എഴുതിയപ്പോ സുബ്ഹാനല്ലാഹ്, വിശ്വാസികൾ എന്ന് പറയുന്ന പലരും അതിന്റെ പിന്നാലെ പോകുകയാണ്. ദുർബലനായ മനുഷ്യന്റെ മനസ്സാടിക്കളിക്കുകയാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ ഒരൊറ്റ കാര്യം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. മഹാനായ പ്രവാചകനെ പറ്റി പഠിക്കാൻ ഞാനും നിങ്ങളും സമയം കണ്ടെത്തിയില്ല. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മനസ്സിലാക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. നമ്മളൊക്കെ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് പറഞ്ഞങ്ങ് പോയി എന്നല്ലാതെ ആരാണ് മുഹമ്മദ് നബി എന്ന് ചോദിച്ചാൽ ഒരു തുമഹീനത്തിന്റെ മറുപടി കൊടുക്കാൻ നമ്മളാരും കരുത്താർജിക്കാതെ പോയപ്പോ പ്രവാചകന്റെ വില വേണ്ടത്ര നമ്മുടെ മനസ്സിലങ്ങ് താഴ്ന്നു കിട്ടിയില്ല. അതിന്റെ പേരിൽ നാം ആടിക്കളിക്കേണ്ടി വന്നു. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കേണ്ടുന്ന മാനദണ്ഡം ഏതാൽ റസൂലുള്ളാഹിനെ പറ്റി എങ്ങനെയാ പഠിക്കേണ്ടത്? ഏതെങ്കിലും വന്യരായ ജിബ്രീ തങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ പൂജ്യം അബ്ദുള്ളമാരുടെ ഭാഷ കേട്ടിട്ടല്ല അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കേണ്ടത് പ്രവാചകനെ പറ്റിയുള്ള പഠനം, പ്രവാചകന്റെ പ്രേമം വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസം ആരിൽ നിന്ന് നേടിയെടുക്കണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആമിനൂ കമാ ആമനന്നാസ്. അറിയപ്പെട്ട ജനങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അന്നാസിന് തഫ്സീർ എടുത്തത് കാണാം. അയ്യസ്വഹാബ, മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകനിൽ ഈമാൻ അർപ്പിച്ചത്, മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണോ പ്രവാചകരിൽ അല്ലാഹുവിനെ പറ്റി പഠിച്ചത്, അതുപോലെയായിരിക്കണം നിങ്ങളുടെ ഈമാനിന്റെ സമർപ്പണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ റസൂലുള്ളാഹിയെ പറ്റി പഠിക്കുന്നത് റസൂലുള്ളാഹിയെ കണ്ടറിഞ്ഞ, കൊണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ മഹാന്മാരായ സ്വഹാബത്തിലൂടെ പഠിക്കണം. സ്വഹാബത്ത് എങ്ങനെയാണ് പ്രവാചകനെ മനസ്സിലാക്കിയത്, സ്വഹാബത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹിക്ക് വില കൊടുത്തത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കുന്ന വിഷയത്തിൽ വളരെ വീഴ്ച വരുത്തിയ ഒരു ടീം സ്വഹാബത്തിന്റെ ഇടയിൽ അന്ന് കയറിക്കൂടിയിരുന്നു. അവരുടെ പേരാണ് മുനാഫിഖുകൾ എന്ന് പറയുന്നത്. അവര് പേരിന് സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനോടുള്ള മതിപ്പ് മനസ്സിലില്ലാത്തവരാണ്. ഇങ്ങനെ കൂടിക്കലർന്ന വിഭാഗത്തെ നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി അല്ലാഹു അങ്ങൊരു പരീക്ഷണം ഇറക്കിയിട്ടുണ്ട്. ആ പരീക്ഷണമാണ് ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്ന പരീക്ഷണം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ഏറ്റവും വലിയ ടെൻഷൻ പേറിയ ഒരു കൊല്ലത്താണല്ലോ ആ സംഭവം നടക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയൊരു മാനസിക പ്രയാസം അതനുഭവിച്ച് തളർന്നിരിക്കുന്ന സമയത്താണ് പടച്ച റബ്ബ് സ്വന്തം ഒരു ഉപ്പ മകനെ വിളിക്കുന്നത് പോലെ നമ്മുടെ ഒരു മകൻ
മകൾ ഗൾഫിൽ പോയി, അവിടെ ജോലിയില്ല, വിഷമവും വെപ്രാളവും ബേജാറുണ്ടല്ലേ. അങ്ങനെ ടെൻഷനായിരിക്കുന്ന ഒരവസ്ഥ ഉപ്പാന്റെ മുന്നിലെത്തിയാൽ സ്നേഹമുള്ള ഉപ്പ ആ സമയത്ത് മകനെ വിളിച്ച് പറയുന്ന വാക്കെന്താ, മോനെ എന്നാ പിന്നെ തൽക്കാലം ടെൻഷനായി കുത്തിരിക്കണ്ടാവും, ഇങ്ങോട്ട് പോരി. എന്തേ, കുടുംബത്തിലേക്ക് വന്നാൽ, ഉപ്പയിലേക്ക് വന്നാൽ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്നതുപോലെ പ്രവാചകനെ തന്റെ ഹബീബായി തെരഞ്ഞെടുത്ത മഹ്ബൂബായ റബ്ബ് ടെൻഷൻ പേറുന്ന ഹബീബിന്റെ ടെൻഷൻ പരിഹരിക്കാൻ അന്ന് പ്രവാചകന്റെ ഒരു ആശ്വാസത്തിന്റെ പരിഹാരമായിട്ടാണ് അള്ളാഹു അവന്റെ ഹദ്റത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷണിച്ചത്. ആ പ്രവാചകൻ അന്ന് ബുറാഖ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ ഉപയോഗപ്പെടുത്തി എത്രയോ മാസക്കണക്കിന് സഞ്ചരിക്കേണ്ട വഴി ദൂരമുള്ള മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ആകാശലോകത്തേക്കും ഒക്കെ യാത്ര ചെയ്തു വന്ന ഇസ്റാ മിഅ്റാജിന്റെ സംഭവം മഹാനായ ഉമറുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തെപ്പറ്റി വളരെ വ്യക്തമായി നമുക്ക് പാടിപ്പഠിപ്പിച്ചു തന്നല്ലോ. വസറൈത ലൈലൽ ലാ യസാലു ബഹീമ ഫൗഖൽ ബുറാഖി മുസറജം മസ്മൂമാ ترقى يسائرك الأمين لديما تعلو لحضرة قدسه تقديما صلوا عليه وسلموا تسليما إذ جاء إلى كل السماء تصففا رسل وأملاك الوراء المصطفى فيهم إماما قدموه مشرفا صلى بكل خلفه مأموما صلوا عليه وسلموا تسليما. ശാസ്ത്രലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ഫ്ലൈറ്റുകളോ വായുമണ്ഡലത്തെ ചീറിമുറിച്ച് പായുന്ന യാത്രാ സൗകര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു കാലഘട്ടത്തിൽ ബുറാഖ് എന്ന് പറയുന്നൊരു ജീവിയുടെ മുകളിൽ കയറി പ്രകാശ സൃഷ്ടിപ്പിന്റെ കാരണമായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തന്റെ സഹയാത്രികനായി ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് മക്കയിൽ നിന്ന് ഏകദേശം അന്നത്തെ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്തി പോയാൽ 2 മാസത്തിലധികം യാത്ര ചെയ്യാൻ വൈദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് ആകാശലോകത്തേക്ക് പോയി വന്ന സംഭവം ഒരു രാത്രിയുടെ ചുരുക്കം ചില ടൈമുകൾ പ്രവാചകന്റെ ആ ബറക്കത്തുള്ള യാത്ര കഴിഞ്ഞു വന്നു. അല്ലാഹുവിന്റെ ഹബീബ് ഈ യാത്രയെപ്പറ്റി സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാം അല്ലാഹുവിന്റെ ഹബീബിന്റെ സംഭവ ബഹുലമായി ചരിത്രം നടന്നപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താണെന്നറിയോ? ലമ്മാ ഉസ്രിയ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദിൽ അഖ്സാ أصبح يحدث الناس بذلك فارتد ناس ممن كان آمن وصدق به وفتنوا به. ഈ ഒരൊറ്റ സംഭവത്തെ പറ്റി പ്രവാചകൻ വിശദീകരിച്ചപ്പോ അന്ന് ഈമാൻ ഉറക്കാത്ത കുറെ ടീം സഹാബത്തിന്റെ കൂട്ടത്തിൽ മുനാഫിക്കുകൾ കയറിക്കൂടിയിരുന്നു. ആ വിഭാഗം ഇസ്ലാമിൽ നിന്ന് പുറന്തരിച്ചുപോയി. എന്തേ കാരണോ? അവരുടെ ബുദ്ധിക്ക് നിരക്കുന്നില്ല. ഇത്രയും വലിയൊരു യാത്ര എങ്ങനെ ചെയ്തു? എങ്ങനെയാണ് ആകാശലോകത്തേക്ക് പോയത്? അല്ലാഹുവിന്റെ ഹബീബ് അവിടുത്തെ ശരീരം സാധാരണ മനുഷ്യന്റെ ശരീരമാണെന്ന് പറയുന്ന എഴുതിയുന്ന വിഭാഗം ഒരൊറ്റ കാര്യം മനസ്സിലാക്കണം. ഒരു സാധാരണ മനുഷ്യന് വായുമണ്ഡലത്തിൽ ഉയരുന്നതിന് പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറത്തേക്ക് ഒരു മനുഷ്യന് സ്വമേധയാ ഉയർന്നു പോകാൻ കഴിയില്ല. കാരണം തന്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രണ വിധേയമാക്കാൻ ഉപയുക്തമായ ഓക്സിജൻ അല്ലാഹു വായുമണ്ഡലത്തിൽ സജ്ജീകരിച്ചതിന് പരിധിയുണ്ട്. ആ ഓക്സിജൻ സംവിധാനം ക്രമീകരിച്ച പരിധിക്കപ്പുറത്ത് പോയാൽ എല്ലാ വസ്തുക്കളും ജീവൻ നഷ്ടപ്പെട്ട് താഴോട്ട് പോകും. എന്നാൽ അതുകൊണ്ടാണ് മനുഷ്യൻ വായുമണ്ഡലത്തിലൂടെ ചീറിപ്പായാൻ ഉപയോഗപ്പെടുത്തുന്ന ഫ്ലൈറ്റ് വെറും 50,000 60,000 അടി ഉയരത്തിലേക്ക് അത് ഉയർന്നു പോകുമ്പോഴേക്ക് യാത്ര ചെയ്യുന്ന മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടി, മനുഷ്യന്റെ സുഗമമായ ഒരു യാത്രയ്ക്ക് വേണ്ടി എത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് സജ്ജീകരിച്ചത്. എന്തൊക്കെ സംവിധാനങ്ങൾ ചന്ദ്രലോകത്ത് കീഴ്പ്പെടുത്തി എന്ന് പറയുന്ന ശാസ്ത്രലോകം ചന്ദ്രനിലേക്ക് മനുഷ്യന് ഒരുക്കി ചായച്ച സമയത്ത് ആ
ആ മനുഷ്യന്റെ ഫോട്ടോ നാം കണ്ടിട്ടില്ലേ? എന്തൊക്കെയാണ് ശരീരത്തിൽ ഘടിപ്പിച്ചു വെച്ചത്? അവന്റെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കാൻ ഉപയുക്തമായ ഓക്സിജനും മറ്റ് സംവിധാനങ്ങളൊക്കെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ട് ഒരു മോട്ടോർ വാഹനത്തെ പോലെയാണ് ആ മനുഷ്യൻ പോയതെന്ന് ശാസ്ത്രം അവകാശപ്പെട്ടിട്ടുണ്ട്. ഒരു പരിധിക്കപ്പുറം മനുഷ്യ ശരീരത്തിന് സ്വമേധയാ പ്രയാണത്തിന് കഴിയില്ല, അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഫ്ലൈറ്റില്ല, യാത്രാ സൗകര്യങ്ങളൊന്നില്ല, ഓക്സിജൻ ഘടിപ്പിച്ചിട്ടില്ല, മറ്റൊരു സൗകര്യങ്ങളുമില്ലാതെ, കുടിവെള്ളമോ ഭക്ഷണമോ കയ്യിൽ കരുതാതെ ആകാശലോകം 1, 2, 7 ജിബ്രീൽ അലൈഹിസ്സലാമിന് പോകാൻ കഴിയുന്നതിന്റെ പരിധിക്കപ്പുറത്തേക്ക് പോയി വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രവാചകന്റെ ശരീരം മനുഷ്യ ശരീരത്തിന്റെ പരിധിക്കപ്പുറത്തേക്ക്, പ്രകാശ സൃഷ്ടിപ്പിലൂടെ സൃഷ്ടിക്കപ്പെട്ട വസ്തുവിന്റെ പരിധിക്കപ്പുറത്തേക്ക്, അതിന്റെയും അപ്പുറത്തേക്ക് പോകാൻ മാത്രം പ്രത്യേകമായ കപ്പാസിറ്റിയുള്ള ശരീരമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ പ്രവാചക ശരീരം ഒരു സാധാരണ മനുഷ്യന്റെ ശരീരം എന്ന് പറയാൻ വഹാബികൾക്ക് സാധിച്ചു, പക്ഷേ അബൂജഹലിന് സാധിച്ചിട്ടില്ല. വഹാബികൾക്ക് സാധിച്ചു, മൗദൂദികൾക്ക് സാധിച്ചു. പ്രവാചകന്റെ പ്രതിപക്ഷത്തു നിന്ന് ഒരു ഘട്ടത്തിൽ നിന്ന് ഇക്രിമത്ത് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല. സ്വഹാബത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയാൻ ധൈര്യം കിട്ടിയത് ഇവിടുത്തെ വഹാബി മൗദൂദികളാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ ജന്മശത്രുവാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചൊരു സംഭവത്തിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മറ്റുള്ള അമ്പിയാക്കൾക്ക് കൊടുത്തതിനേക്കാൾ അപ്പുറം നൽകിയ ഒരുപാട് പ്രത്യേകതകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ നടത്തിയ ഒരു നീണ്ട ചർച്ച. ആ കൂട്ടത്തിൽ കാണാം ഒരു സംഭവം ഉദ്ധരിക്കുന്നത്. ആരാണ് ഒരു സംഭവം? അബൂജഹലാണ് കാരണക്കാരൻ. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ ജന്മശത്രുവാണ്. ആ ജന്മശത്രുവാകുന്ന അബൂജഹല് തക്കം കിട്ടിയാൽ റസൂലുള്ളാഹിനെ അപായപ്പെടുത്തണമെന്നുള്ള വിശ്വാസക്കാരനാണ്. ആ അബൂജഹൽ ഒരു ദിവസം ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒറ്റപ്പെട്ടത് വഴി കടന്നു വരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒറ്റക്ക് കണ്ടപ്പോ അബൂജഹലിന് വല്ലാത്തൊരാഗ്രഹം, എന്തായാലും ഇന്ന് മുഹമ്മദിനെ ഒന്ന് കാച്ചിയാ തിരക്കേടില്ല. എങ്ങനെയാണ് മുഹമ്മദിനെ ആക്രമിക്കാൻ നല്ല മാർഗം? മോശാക്കണ്ട, നല്ലൊരു വലിയ കല്ലെടുത്തിട്ട് ഒരു ഏറെന്നെ കൊടുക്കാന്നുണ്ട് തീരുമാനിച്ചു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ നടന്നു വരുന്ന വഴിയിൽ അബൂജഹൽ അതാ വലിയൊരു കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഫലമ്മ അറാദ അബൂജഹൽ അൻ യർമിയഹു ബിൽ ഹജർ. അബൂജഹൽ അല്ലാഹുവിന്റെ ഹബീബിനെ എറിയാൻ വേണ്ടിയിട്ട് കല്ലെടുത്ത് കയ്യിൽ പിടിച്ച് നന്നായിട്ടൊന്നങ്ങ് ഓങ്ങി നല്ലൊരു ഷോട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേ കൈ ഉയർത്തേണ്ട താമസം അബൂജഹലിന്റെ ഉയർത്തിയ കൈ അങ്ങ് താണുപോയി. ഫൻസറഫ മർഊബാ, കയ്യിലുള്ള കല്ല് താഴെയിട്ട് പേടിച്ച് വറച്ച് അബൂജഹലതാ പരക്കം പായുന്നു. എറിയാൻ വേണ്ടി കല്ലെടുത്ത് കയ്യിൽ പിടിച്ച ധീരനായ അബൂജഹലുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിനെ എറിയാൻ ഉയർത്തിയ കൈ ഓട്ടോമാറ്റിക്കായി താഴ്ത്തി കല്ലും നിലത്തിട്ടോടുകയാൽ. എന്താ കാരണം? പ്രവാചകന്റെ സെക്യൂരിറ്റിയുടെ പ്രതികരണം കൊണ്ടല്ല, പ്രതിരോധം കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഹബീബ് തിരിച്ചു വാളുകൊണ്ട് വെട്ടാൻ നോക്കിയിട്ടല്ല, മഹാനായ പ്രവാചകനെ എറിയാൻ വേണ്ടി അബൂജഹൽ കയ്യങ്ങ് പൊക്കിയപ്പോൾ ഉണ്ടായ അനുഭവം എന്താണെന്നറിയോ? റആ അലാ കതിഫൈഹി സുബ്ബാനൈനി, അള്ളാഹുവിന്റെ ഹബീബിന്റെ രണ്ട് തോളിൽ നിന്നതാ വലിയ രണ്ട് പാമ്പ് പുറത്തോട്ട് ചീറി വരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തോള് ആ ചുമലിൽ നിന്ന് വലിയ രണ്ട് പാമ്പ് പടം വിടർത്തിക്കൊണ്ട് ഈ അബൂജഹൽ നേരെ ചാടി വീഴാൻ നോക്കുകയാൽ കാണേണ്ട താമസം കല്ലുമിട്ടോടുന്നു. അബൂജഹലിന് പിന്നെ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ ധൈര്യം വന്നിട്ടില്ല. ഒറ്റപ്പെട്ടാലും എതിരാളികളെ പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി നിറച്ചു വെച്ച ശരീരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏതു വസ്തുവിനെയും കീഴ്പ്പെടുത്താൻ കൽപ്പുള്ള ആജ്ഞാശക്തിയുള്ള ശരീരമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തന്നെ രേഖപ്പെടുത്തിയ മറ്റൊരു സംഭവത്തിൽ കാണാം,
അബൂജഹലിന്റെ മകനാകുന്ന ഇക്രിമത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പക്ഷത്തേക്ക് വന്നിട്ടില്ല, മുസ്ലിമായിട്ടില്ല. ആ ഒരു ഘട്ടം കാന അലാ ശഫ്രിമാഇ വമഅഹു ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. അല്ലാഹുവിന്റെ ഹബീബ് ഒരു വെള്ള തടാകത്തിന്റെ അരികിൽ നിൽക്കുകയാണ്. തൊട്ടടുത്താരുണ്ടെന്നറിയോ? മഅഹു ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ. അബൂജഹലിന്റെ മകൻ ഇക്രിമത്തും ഒന്നായിട്ടുണ്ട്. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഇക്രിമത്ത് റസൂലുള്ളാഹി തങ്ങളോടൊരു ഭീഷണിയുടെ ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയുമോ? മുഹമ്മദ്